ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആ തികവ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് നമുക്ക് തികഞ്ഞ അറിവുള്ളവരായിരിക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. എബ്രായർ 5:9 നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 5:9. അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. 8 തൊട്ട് വായിക്കാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് നാം ഇവിടെ കാണുന്നു. അറിവ് തികഞ്ഞവൻ ഒരാളേ ഉള്ളൂ. അത് കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ ലേഖനം 5:8-9. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് അവൻ തികഞ്ഞവനായി തീർന്നു. അവന് മാത്രമേ ആ നിലയിൽ തികഞ്ഞവനായി തീരുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളെയും ആ നിലയിൽ തികഞ്ഞവരായി കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കൊരിക്കലും അതിന് കഴിയില്ല എങ്കിലും അതിനുവേണ്ടി ഉത്സാഹത്തോടെ നാം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടുത്തെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. അവിടുത്തെ സാന്നിധ്യം നിന്നെ വിട്ടുപിരിയാതെ ഇരിപ്പാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും ഈ ഇയ്യോബിൻ്റെ പുസ്തകം 36:4-9 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യോബ് പറയുകയാണ്, എൻ്റെ വാക്ക് ഭോഷ്കല്ല. അവിടെ എലീഹു പറയുന്ന ഭാഗമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ വാക്ക് ഭോഷ്കല്ല, നിശ്ചയം. അറിവ് തികഞ്ഞവൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു. ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. അവൻ ശക്തിയിലും ബലവാൻ തന്നെ. അവൻ വിവേകശക്തിയിലും ബലവാൻ തന്നെ. അവൻ ദുഷ്ടൻ്റെ ജീവനെ രക്ഷിക്കുന്നില്ല. ദുഃഖിതന്മാർക്കോ അവൻ ന്യായം നടത്തി കൊടുക്കുന്നു. അവൻ നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല. രാജാക്കന്മാരോടുകൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു. അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിപെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയിലും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. പ്രിയമുള്ളവരെ, ഇവിടെ തികഞ്ഞ അറിവിനെ പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എലീഹു പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ വായിക്കുന്നത്. നീതിമാന്മാരിൽ കടാക്ഷം മാറ്റാത്തവൻ, എന്നാൽ ദുഷ്ടനെ കടാക്ഷിക്കുന്നില്ല എന്ന് നമുക്കിവിടുന്ന് മനസ്സിലാക്കാവുന്നതാണ്. നീതിമാന്മാരിൽ തൻ്റെ കടാക്ഷം നീതിമാന്മാരിൽ നിന്ന് മാറ്റാത്ത ഒരു ദൈവം നമുക്കായിട്ടുണ്ട്. രാജാക്കന്മാരോടുകൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നവനാണ് എന്ന്. എന്നേക്കും ഉയർന്നിരിക്കാനായി അവരെ ഉയർത്തുന്നവൻ ദൈവം മാത്രമാണ്. നീതിമാന്മാരെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ, തന്നെ താഴ്ത്തുന്നവനൊക്കെ ഉയർത്തപ്പെടും എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. തന്നെ ഉയർത്തുന്നവനൊക്കെ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവനൊക്കെ ഉയർത്തപ്പെടും. ദൈവത്തിൻ്റെ ബലമുള്ള അവൻ ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുവാൻ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ആ നിലയിൽ താഴ്മയോടെ ഇരിക്കുവാൻ, തികഞ്ഞ അറിവ് ലഭിക്കുവാൻ നമ്മളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ നമുക്ക് കൊടുക്കാം. തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ബന്ധനങ്ങളും കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ വ്യക്തമായി അവരോട് ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ലംഘനങ്ങളെ ചൂണ്ടിക്കാണിച്ച് ചെവി പ്രബോധനത്തിന് തുറന്ന് കൽപ്പനകൾ ശ്രദ്ധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ ഓരോ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരുന്നു. 36-ാം അധ്യായത്തിൻ്റെ ഇയ്യോബിൻ്റെ പുസ്തകം 36-20 വാക്യത്തിൽ, ജാതികൾ തങ്ങളുടെ സ്ഥലത്ത് വെച്ച് മുടിഞ്ഞു പോകുന്നു, രാത്രിയെ നീ കടാക്ഷിക്കരുത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ 36-24 വാക്യത്തിൽ, അവൻ്റെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ നീ ഓർത്തുകൊള്ളുക, അതിനെക്കുറിച്ചല്ലോ മനുഷ്യർ പാടിയിരിക്കുന്നത്. അതുപോലെ 37-ാം അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു,
ഇയ്യോബേ, ഇത് ശ്രദ്ധിച്ചു കൊള്ളുക. മിണ്ടാതെ ഇരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. ഏ അവിടെ സൂക്ഷിച്ചു നമ്മൾ 20 വായിച്ചു, 36:20 സൂക്ഷിച്ചു കൊള്ളുക. 36:24 വായിച്ചു ഓർത്തു കൊള്ളുക. 37:14 നാം വായിച്ചത് ശ്രദ്ധിച്ചു കൊള്ളുക. ഇയ്യോബേ, ഇത് ശ്രദ്ധിച്ചു കൊള്ളുക. ഇയ്യോബ് 37:14 തന്നെ അവിടെ തന്നെ വായിക്കുന്നു, അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. ഇത് നമ്മോട് ഉപദേശിക്കുന്ന തികഞ്ഞ അറിവിനെ നാം അഗണ്യമാക്കരുത്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ദൈവം അനേക വചനങ്ങളെ തന്നിട്ടുണ്ട്. അതിനെ സൂക്ഷിച്ചു കൊള്ളുവാൻ, ഓർത്തു കൊള്ളുവാൻ, ശ്രദ്ധിച്ചു കൊള്ളുവാൻ, ചിന്തിച്ചു കൊള്ളുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി അതുപോലെ നാം തികഞ്ഞ സൽഗുണങ്ങളുള്ളവരായിരിക്കണമെന്ന് കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. മത്തായി 5:48 അത് നമ്മൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അത് കാണാവുന്നതാണ്. 5:48, മത്തായി 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന ഇതാണ്, നാം സൽഗുണപൂർണരാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ മത്തായി 19:21, 19 അധ്യായത്തിൻ്റെ 21 നാം ഇങ്ങനെ വായിക്കുന്നു: സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ എന്ന് ഒരു യൗവനക്കാരനോട് കർത്താവ് പറഞ്ഞ തൻ്റെ ഗിരിപ്രഭാഷണ തൻ്റെ ഉപദേശമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷഭേദം കാണിക്കാത്തവനാണ് നമ്മുടെ കർത്താവ്. അതുപോലെ നാമുമായി തീരണമെന്ന് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. ഇതിനായി അറിവ് തികഞ്ഞവനോട് പറ്റിയിരിക്കുക, തികഞ്ഞ അഭ്യാസിയാകുവാൻ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ഒരു ചൊല്ല് പറയുന്നുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന്. അതുപോലെ അറിവുള്ളവരിൽ നിന്ന് അറിവ് പ്രാപിക്കുവാൻ നാം ഉത്സാഹിക്കണം. തിരുവചനമാകുന്ന ആ അറിവ് നമ്മൾ അഭ്യസിച്ച് അതിനെ നമ്മൾ കരസ്ഥമാക്കണം. അനേക വേദവാക്യങ്ങൾ എടുത്തു പറയുവാനായിട്ടുണ്ട്. ലൂക്കോസ് 6:40 കഷ്ടങ്ങളിൽ അനുസരണം പഠിച്ചു തികഞ്ഞ നാഥൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച നാമും അനവധി ശോധനകളുടെ അഭ്യാസ കളരിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അഭ്യാസം തികയുമ്പോൾ നാം ഗുരുവിനെ പോലെ ആയിത്തീരുവാനായിട്ടിടയായിത്തീരും. ആ നിലയിൽ നമ്മൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി, കർത്താവിൻ്റെ വേലയിൽ വളരുവാൻ, വർദ്ധിച്ചു വരുവാൻ, വചന പരിജ്ഞാനമുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം നടക്കേണ്ട കാര്യം, സൂക്ഷിച്ചു കൊള്ളേണ്ട കാര്യങ്ങൾ, ഓർത്തു കൊള്ളേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിച്ചു കൊള്ളേണ്ട കാര്യങ്ങൾ, ചിന്തിച്ചു കൊള്ളേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. ആ നിലയിൽ ചിന്തിച്ച് നമ്മൾ ശ്രദ്ധിച്ച് ഓർത്ത് സൂക്ഷിച്ച് തികഞ്ഞവരായി തീരുവാൻ, അതിനുവേണ്ടി ഉത്സാഹത്തോടെ മുന്നേറുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.